ന്യൂയോർക്കിലെ മലയാളികൾക്ക് കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമാ തിയേറ്റർ പുനരാരംഭിച്ചിരിക്കുന്ന ദിവസത്തിലേക്ക് ഞങ്ങൾ പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. ന്യൂയോർക്കിലെ മലയാളികളുടെ സ്വന്തം മാവേലി തിയേറ്റർ ഒരു ഇടവേളയ്ക്ക് ശേഷം പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ ആരംഭിച്ചിരിക്കുന്നു. പ്രവാസ മലയാളി ജീവിതത്തിൽ ഒരു സിനിമാ തിയേറ്ററിന് എന്ത് സ്ഥാനമെന്ന് നമ്മളിൽ പലരും ചിന്തിക്കും. ഒരുപക്ഷെ അമേരിക്കയിലെ മലയാളിയുടെ ഏറ്റവും വലിയ വിഷമം അവൻ്റെ മാതൃഭാഷ പുതിയ തലമുറയ്ക്ക് കൈവിട്ടു പോയതാണ്. മലയാളി സിനിമകൾ മറ്റെന്തിനേക്കാളും കുട്ടികൾക്ക് നമ്മുടെ ഭാഷയും സംസ്കാരവും ഉറപ്പിക്കാൻ സഹായിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അമേരിക്കയിലെ മലയാള പത്രത്തിൻ്റെ ഉടമയും മാവേലി തിയേറ്ററിൻ്റെ നടത്തിപ്പുകാരനുമായ ജേക്കബ് റോയ് പറഞ്ഞു, ദേവാസുരം, നന്ദനം, പ്രാഞ്ചിയേട്ടൻ ഈ സിനിമകളുടെ സംവിധായകനായ രഞ്ജിത്ത് കേരളത്തിൽ നിന്ന് ന്യൂയോർക്കിലെത്തി മാവേലി തിയേറ്ററിൻ്റെ 2ാം വരവിലേക്ക് ആശംസകൾ അർപ്പിക്കുകയും അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അവിസ്മരണീയമായ ഈ തിരിച്ചുവരവിനെ ആഘോഷമാക്കി മാറ്റിയ ന്യൂയോർക്കിലെ സിനിമാ പ്രേമികൾക്ക് എപ്പോഴും നിറഞ്ഞ സദസ്സിൽ മാവേലി തിയേറ്ററിലെ സിനിമകൾ ഓടാൻ കഴിയുമാറാകട്ടെ എന്ന് സുദിനം നമ്മുടെ മാവേലി തിയേറ്റർ വീണ്ടും തുടങ്ങുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് വരെ ചില ആൾക്കാർ, ചില നിമിത്തങ്ങൾ, അത് ശ്രീ കുരുളച്ചെറിയാനാണ് ഇതിവിടെ തുടങ്ങാനുള്ള എനിക്ക് ഈ സ്ഥലം കാണിക്കുന്നത്. കുരുളച്ചെറിയാനുള്ള നന്ദി ഞാൻ ആദ്യമായിട്ട്. ഞാൻ എങ്ങനെ ഇതിൻ്റെ ഫണ്ട് ഇങ്ങനെ പല പ്രശ്നങ്ങൾ വന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ 2 പേര് കായലിലെ മാലാഖമാരായിട്ട് എനിക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന്, റോയ്, ഗോ ഫോർവേഡ്, വി ആർ വിത്ത് യു. അവരുടെ സപ്പോർട്ടാണ് എനിക്കിത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ. എൻ്റെ ജീവിതത്തിലെ കായലിലെ മാലാഖമാണ്. സാധാരണക്കാരനുണ്ടാകുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ പോലും നോട്ട് ചെയ്ത് നമുക്ക് പറഞ്ഞു തരുമ്പോൾ ശ്രീ രഞ്ജിത്ത് എന്തുമാത്രം മനുഷ്യസ്നേഹിയാണ് എന്ന് നമുക്കറിയാൻ പറ്റും. ആ രഞ്ജിത്തിനെയാണ് ഞാൻ ഇന്നിവിടെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത്. എൻ്റെ ക്ഷണം തീർത്ത് വന്ന രഞ്ജിത്തിനോടുള്ള നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഈ തിയേറ്ററിൻ്റെ അനൗൺസ്മെന്റ് വന്നപ്പോൾ എന്നോട് സഹകരിച്ച എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ ശ്രീ ജോസ് കാടാപുരം, എഡിറ്റ് സുനിൽ ടൈസ്റ്റാർ, ഈവനലി ജോർജ് ജോസഫ്, പിന്നെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെല്ലാവരും എന്നോട് വളരെയധികം സഹകരിച്ചു. അവരോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇന്നിവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ഗസ്റ്റ് വന്നിരിക്കുന്നത്, ഇന്നിവിടെ കാണിക്കുന്ന സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ശ്രീ സുരേഷ് രാജ് പാർട്ണർ, ഇവർ 2 പേരോട് വന്നിട്ടുണ്ട്. അവരോടും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എൻ്റെ ഉയർച്ച താഴ്ചകളിൽ എന്നോട് സഹകരിക്കുകയും എന്നെ സഹിക്കുകയും ചെയ്ത എൻ്റെ കുടുംബത്തിനുള്ള നന്ദി. പ്രത്യേകിച്ച് പാറ പോലെ എൻ്റെ പിന്നിൽ ഉറച്ചു നിന്ന എൻ്റെ ഭാര്യ ഷൈൻ. തകർന്നു വീണപ്പോൾ എൻ്റെ 2ാമത്തെ മോൾ 13 വയസ്സുള്ള സരീന എന്നോട് പറഞ്ഞു, ഡാഡ, whatever happened is happened, but let us do what we are supposed to do. ഞങ്ങളിനി ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ മൂത്ത മോളെ തിയാര പറഞ്ഞു, ഡാഡ, ഇതൊക്കെ വരും, പക്ഷേ എല്ലാം ശരിയാവും. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ള ഒന്നാണ്, ഒരിക്കലും ഞാൻ ചെയ്തത് അതാണ്. ഞാൻ എങ്ങനെ ഇത് സർവൈവ് ചെയ്തു. ഞാൻ ഒരിക്കലും മുകളിലോട്ട് എന്നെ കഴിഞ്ഞ് ഉയർന്നവരെ നോക്കില്ല. ഞാൻ എന്നെ കഴിഞ്ഞ് താഴോട്ട് നോക്കിയിട്ട് അവരെ കഴിഞ്ഞ് ഇത്രയും അനുഗ്രഹം എനിക്ക് കിട്ടിയല്ലോ. അതിന് നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് നന്ദി പറയുക, അവരോട് പ്രാർത്ഥിക്കുക.
ഈ ഒരു കാലുള്ള എനിക്ക് ഇത്ര ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചെയ്യാം. തളരാതിരിക്കുക, മുന്നോട്ട് പോവുക. നന്ദി, നമസ്കാരം. വന്നിരിക്കുകയാണ് നിങ്ങൾ. എങ്കിലും ഒരുപാട് ദൂരത്ത് നിന്ന് ഈ തിയേറ്ററിന്റെ ഇനോഗ്രേഷൻ എന്ന പേരിൽ എന്റെ സുഹൃത്ത് ജേക്കബ് റോയ് എന്നെ വിളിച്ചു കൊണ്ടുവന്നതിന്റെ പേരിൽ കുറച്ച് വാക്കുകൾ പറയാതെ വഴി. 2011 എനിക്കൊരു ഫോൺ കോൾ, അമേരിക്കയിൽ നിന്ന് വരുന്നൊരു ഫോൺ കോൾ ഞാൻ അറ്റൻഡ് ചെയ്യുന്നു. കോളിന് അപ്പുറത്തേക്ക് തുടർ ദിവസങ്ങളിലുണ്ടായ സംഭാഷണങ്ങളിൽ നിന്നും റോയിയെ കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത്, റോയിയെ കുറിച്ച് സംസാരിച്ചത്. റോയ് പറഞ്ഞത് മലയാള പത്രം എന്ന് പറയുന്ന ടാബ്ലോയിഡിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ റോയ് പറഞ്ഞത് മാവേലി എന്ന പേരിൽ ഒരു സിനിമ തിയേറ്റർ നടത്തിയിരുന്നു, അത് അടച്ചു പൂട്ടി. അതിന് കാരണം മലയാളികളാണ്, എളുപ്പ വഴി എന്ത് സാധിക്കാം എന്നുള്ള കാര്യത്തിൽ ഗവേഷണം നടത്തി ലോകത്തിനെ വിസ്മയിപ്പിച്ചിട്ടുള്ളവരാണ്. സിനിമ തിയേറ്ററിൽ സിനിമ കളിക്കുമ്പോൾ അങ്ങോട്ട് പോവാതെ അത് എന്ത് സൂത്രവിദ്യയിലൂടെ സ്വകാര്യമായിരുന്നു കാണാമെന്ന് ചിന്തിക്കുന്ന മലയാളി. പിന്നെ മലയാളികൾ ഇത്തരം വാഞ്ചകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ടൊറന്റ് പോലുള്ള സൈറ്റുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പൈറേറ്റഡ് ഇടപാടുകളുടെ ഇരയായി റോയ് മാറുകയും അങ്ങനെ ആ സിനിമാ തിയേറ്റർ പൂട്ടുകയും ചെയ്തു എന്ന് പറയുന്ന റോയിയുടെ പൂർവ്വ ജീവിതത്തെക്കുറിച്ചൊരു ചിത്രം എൻ്റെ മുന്നിൽ റോയ് പറഞ്ഞ് തെളിഞ്ഞപ്പോഴാണ് ഞാൻ 2010 അമേരിക്കയിലേക്ക് വരാൻ തീരുമാനിച്ചത്. അന്നത്തെ കുറച്ച് ദിവസങ്ങൾ ഒരുമിച്ചുണ്ടായപ്പോഴേക്ക് റോയിയുടെ മിക്കവാറും ഞങ്ങൾ മാത്രമാവുന്ന സമയങ്ങളിൽ റോയ് വേദനയോടെ പലപ്പോഴും ആവർത്തിച്ച് പങ്കുവച്ചൊരു വിഷയം മാവേലി എന്ന പേരിൽ അദ്ദേഹം നടത്തിയിരുന്ന തിയേറ്റർ അടച്ചു പൂട്ടിയ ശേഷം അദ്ദേഹം അനുഭവിക്കുന്ന ഒരു ശൂന്യതയെക്കുറിച്ചാണ്. അത് കേവലം സാമ്പത്തികമായ ഒരു സ്രോതസ് അടഞ്ഞു പോയതിൻ്റെ അല്ല, സിനിമയെ സ്നേഹിക്കുന്ന തിയേറ്റർ എന്ന് പറയുന്ന കൂട്ടായ സംഘമായി ചേർന്ന് കാണേണ്ടുന്ന ഒരു കാഴ്ചയുടെ ഭാഗമായി അല്ലെങ്കിൽ അതിൻ്റെ പക്ഷത്ത് നിലയുറപ്പിച്ച ഒരു ചലച്ചിത്ര പ്രേമിയുടെ വേദന കൂടിയായിരുന്നു. എന്ന് ഒരു ദിവസം രാത്രി എനിക്ക് തോന്നി അവരോട് പറഞ്ഞു, റോയ് എന്ന് നിങ്ങൾ വീണ്ടും തുറക്കും. കാരണം സാഹിബിന്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വളവുകളേ ഉള്ളൂ, എവിടെയും വഴി അവസാനിക്കുന്നു. സിനിമാക്കാരനായി മാറിയ എന്നെ, അല്ലെങ്കിൽ അങ്ങനെ എന്നെ ആക്കി തീർത്തതിന്റെ പിന്നിൽ സിനിമാ കൊട്ടകങ്ങൾക്ക്, തിയേറ്ററുകൾക്ക് വലിയ പങ്കുണ്ട്. സിനിമാ തിയേറ്ററിലെ ഇരുട്ടിലും സംഘം ചേർന്ന് ആസ്വദിച്ച, ഒരുമിച്ച് ചിരിക്കുകയും ഒരുമിച്ച് നിശബ്ദരാവുകയും ചെയ്ത് സ്ക്രീനിൽ നടക്കുന്ന അത്ഭുതങ്ങളെ ഹൃദയത്തിലേക്ക് പരാവർത്തനം ചെയ്ത് അനുഭവിച്ച ആ ഒരു കാലം തന്നെ എനിക്ക് ഒരു ഫിലിം മേക്കർ ആവാൻ എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത ഘടകം. അല്ലെങ്കിൽ സിനിമാ കൊട്ടകൾക്ക് വേണ്ടിയാണ് ഞാനൊരു ഫിലിം മേക്കർ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നന്ദി ആദ്യം പറയേണ്ടതും അത് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതും. വീണ്ടും റോയിലേക്ക് വരുമ്പോൾ ഇന്നലെ രാത്രി ഇവിടെ ഈ എയർപോർട്ടിൽ റോയി 2 സുഹൃത്തുക്കൾക്കൊപ്പമാണ് എന്നെ സ്വീകരിക്കാൻ വന്നത്. തിരിച്ചു പോകുന്ന വഴിക്ക് അതിലൊരു സുഹൃത്തായ രാജുവിൻ്റെ വീട്ടിൽ വെച്ച് ഞങ്ങൾ കുറച്ചു നേരം ഇവിടുന്ന് സംസാരിച്ച് പിരിയുന്നതിന് മുമ്പ് എവിടെയോ സംഭാഷണം കട കയറിയപ്പം സൗഹൃദങ്ങളെ കുറിച്ച് പറഞ്ഞു. സൗഹൃദങ്ങൾ, രക്തബന്ധം. ഞാൻ പറഞ്ഞു, എന്നെ എപ്പോഴും ജീവിതത്തിൽ മുന്നോട്ട് നയിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ എന്നെ സംരക്ഷിച്ചിട്ടുള്ളതും രക്തബന്ധങ്ങളുടെ ഒരു മേൽവിലാസവുമല്ല, സൗഹൃദങ്ങളാണ്. അത് പറഞ്ഞ രാജു എന്ന സുഹൃത്തെങ്കിൽ കൈനീട്ടി. അമേരിക്കയിൽ വരുമ്പോൾ ഒരു ചെറിയ പ്രയാസം എന്ന് പറയുന്നത് ചെറിയ പ്രയാസമല്ല. ഒരു ഏത് കൊടിയ തണുപ്പിലും നിഷ്കരണം വീട്ടുടമ നമ്മളെ സിഗരറ്റ് വലിക്കാൻ പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെടും. അതിനുവേണ്ടി ഞാൻ പുറത്തിറങ്ങി തണുപ്പിൽ നിൽക്കുമ്പോൾ എനിക്കപ്പോൾ റോയ് എനിക്ക് കൂട്ടുപോയി. അപ്പോൾ റോയ് പറഞ്ഞു, ഈ രാജുവും ബോബി എന്ന 2 സുഹൃത്തുക്കൾ, അവരാണ് രഞ്ജിത്ത് എന്നെ ഇത് റീഓപ്പൺ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. ഒരുപാട് പേരുണ്ടെങ്കിലും ഈ 2 പേരുടെ പേര് ഞാൻ റോയ് അത് കാവ്യാത്മകമായി മോത്തക്കുട്ടിച്ചായൻ്റെ കാവൽ മാലാഖമാരുടെ റെഫറൻസിലേക്ക് പോയപ്പോൾ എനിക്ക് ആ പേരുകൾ പറയണമെന്ന് തോന്നി. കാരണം
ആ പേരുകൾ അവരെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിതിവിടെ പറയില്ലായിരുന്നു. അവർ പറയാതിരിക്കുകയും അവർ റോയിയോട് അറിയുകയും ചെയ്തപ്പോൾ ഞാൻ ആ സുഹൃത്തുക്കളെയും അഭിനന്ദിക്കുന്നു. കാരണം വഴി ഇടറി നിൽക്കുന്ന, വഴി അറിയാതെ നിൽക്കുന്ന, അല്ലെങ്കിൽ വീണു പോകുന്നു എന്ന് തോന്നുന്ന മിത്രത്തിനെ തിരിച്ചറിയാതെ കണ്ടില്ലെന്ന് നടിച്ച് നിങ്ങൾ നടത്തുന്നത് യാത്ര ഏത് പള്ളിയിലേക്കായാലും അതിന് ഫലമൊന്നും ഉണ്ടാവില്ല. കാരണം ദൈവം എന്ന വിശുദ്ധ സങ്കല്പത്തിനെ നിഷേധിച്ചുകൊണ്ടാണ് നിങ്ങൾ ആ യാത്ര നടത്തുന്നത്. അപ്പോൾ സുഹൃത്തിനെ, മിത്രത്തിനെ തിരിച്ചറിയാൻ കഴിയുന്ന സൗഹൃദങ്ങൾ റോയുടെ ജീവിതത്തിൽ നിന്നും സംരക്ഷകരായ കാവൽ മാലാഖകളായി നിൽക്കട്ടെ. ഇന്നാളിൽ അത് നോക്കണ്ടോ, സന്നിധി പിടിച്ചോളൂ എന്ന് പറഞ്ഞു. നന്ദനം പോലെ ഒരു അറ്റൻഡന്റ് എനിക്ക് കിട്ടിയ ആദ്യത്തെ എന്താ പറയുക, ഒരു അഭിനന്ദനമോ അല്ലെങ്കിൽ ധൈര്യമോ ആ സിനിമ ഓപ്പറേറ്ററുടേതായിരുന്നു. ഓപ്പറേറ്റർമാരുടെ കാലം കഴിഞ്ഞു, സിനിമ ഡിജിറ്റലായി, കാഴ്ചയുടെ ശീലങ്ങൾ മാറുന്നു. എന്തായാലും സിനിമ എന്നും വന്നും നിലനിൽക്കുന്നുണ്ട്. വരും കാലങ്ങളിലും മാവേലി എന്ന് പറയുന്ന തിയേറ്ററിൻ്റെ സ്ഥിരം പ്രേക്ഷകരുമായി ന്യൂയോർക്കിലെയും പരിസരത്തെയും മലയാളി സമൂഹം ജേക്കബ് റോയ് എന്ന സുഹൃത്തിനൊപ്പം ഉണ്ടാവും എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് നിർത്തുന്നു. നന്ദി. That we are going to have movies here. We're going to have food. We're going to have a great time. And we are so happy to embrace the Indian culture and people. Thank you. സംവിധാന ലോകത്ത് പ്രഗത്ഭനായ ശ്രീ രഞ്ജിത്തിനെ ഞങ്ങൾക്ക് ഉദ്ഘാടകനായി കിട്ടിയതിൽ വളരെ അഭിമാനിക്കുന്നു. അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അത് മാവേലി സിനിമാ ചരിത്രത്തിലെ മറക്കാൻ ഇന്ന് തുറക്കുമ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സകല സുഹൃത്തുക്കൾക്കും, സിനിമാ ആസ്വാദകർക്കും, കലാപ്രേമികളെയും എല്ലാ അതിഥികളെയും, ഞാൻ അറിയാതെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, എല്ലാവരെയും വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ബഹുമാനത്തോടെയും ആദ്യമായിട്ട് മലയാളത്തിൽ തിയേറ്റർ ഉണ്ടായത് 1928-30 കാലഘട്ടത്തിലാണ്. അതിന്റെ പേര് ക്യാപിറ്റോൾ തിയേറ്റേഴ്സ് എന്നാണ്. രഞ്ജിത്തിന്റെ സിനിമകൾ കാണുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും ക്യാപിറ്റോൾ തിയേറ്റർ. അപ്പോൾ ആദ്യം ഉണ്ടായ സിനിമയുടെ പേരാണ് അദ്ദേഹത്തിന്റെ സിനിമ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വിഗതകുമാരൻ, ദ ലോസ്റ്റ് ബോയ്, ആ സിനിമയാണ് ആദ്യം കാണിച്ചവിടെ JC ഡാനിയലിന്റെ 1930. അതിന് മുമ്പ് 1910 തന്നെ മറ്റു മേഖലകളിൽ ഇന്ത്യയിലും തമിഴിലൊക്കെ സിനിമ തിയേറ്റർ വന്നിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും മൈമോൺ തിയേറ്റർ അടഞ്ഞു കിടക്കുകയാണെങ്കിലും മാവേലി തിയേറ്റർ തുറക്കുകയാണ്. ഇത് സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. അതിന് മുൻകൈ എടുത്ത റോയ് ജേക്കബിനും രാജുവിനും ബോബിക്കും അതുപോലെ തന്നെ സഹകരിച്ച എല്ലാവർക്കും, മാധ്യമപ്രവർത്തകർക്കും എല്ലാം ഒരു സിനിമാ പ്രേക്ഷകൻ എന്ന നിലയിൽ ഏറെ അഭിമാനിക്കുന്ന ഞാൻ എല്ലാവരുടെയും പേരിൽ അവരെ അഭിനന്ദിക്കുകയും ഈ തിയേറ്ററിന് ദീർഘകാലം പ്രവർത്തിക്കാൻ ഇടവരട്ടെ. സിനിമ വളർത്തോളം കാലം ഇവിടെയോ മറ്റേതെങ്കിലും നല്ലൊരു വേറൊരു ലൊക്കേഷനിലോ ഈ സിനിമാ തിയേറ്റർ മുന്നോട്ട് നിറസദസ്സിൽ സിനിമ പ്രദർശിപ്പിക്കുന്ന ഒരു സിനിമ കൊട്ടകയായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. റോയ്, ഷൈനി ഇവരൊക്കെ പറഞ്ഞ 2 വാക്കുകളോട് ഒരു വിയോജിപ്പുണ്ട്. മാവേലി തിയേറ്റർ അടച്ചുപൂട്ടി എന്ന്. ഞാൻ ആദ്യം കാണുന്ന സിനിമ സ്നേഹസിനിമയാണ്. 4 ചക്രം കൊടുത്ത് തറ ടിക്കറ്റ് എടുത്ത് കണ്ടു. അതിന് ഏറ്റവും വിഷമിപ്പിച്ച ഭാഗം ഇടവേളയാണ്. അതിനുശേഷം ഇന്ന് വരെ കണ്ടിട്ടുള്ള ഓരോ സിനിമയ്ക്കും ഇടവേളയുണ്ട്. മാവേലി തിയേറ്റർ അടച്ചുപൂട്ടുകയല്ല, അത് സിനിമയുടെ ലാംഗ്വേജ് അല്ല, ഇടവേളയായിരുന്നു. ഇടവേളയ്ക്ക് ശേഷമാണ് പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഉണ്ടാകുന്നത്. ഇനിയുള്ള ഭാഗം ഏറ്റവും കൂടുതൽ സംഘർഷഭരിതമല്ല എന്നും ശുഭാപ്തിയിൽ ചെന്നത് അവസാനിക്കട്ടെ എന്നും നിങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്യം ചുരുക്കുന്നു.
ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന രഞ്ജിത് സാറിനോടും അതുപോലെ തന്നെ ഇവിടെ ആശംസ അറിയിക്കാൻ എത്തിയ ജെ മാത്യു സാർ, കരുവിള ചെറിയൻ തുടങ്ങിയവരോടും അതുപോലെ തന്നെ ഫോമയുടെ നേതാക്കളായ ഷാജി എഡ്വേർഡ്, ശ്രീ സജി എബ്രഹാം, സണ്ണി പൗലോസ് ഫക്കാനയുടെ നേതാക്കളായ ജോയിറ്റൻ പൗലോസ് കറിയപ്പള്ളി, അതുപോലെ തന്നെ ഇവിടെ മീഡിയ പ്രവർത്തകരായ പ്രവാസി ചാനൽ സുനിൽ ട്രൈസ്റ്റർ, അതുപോലെ കൈരളി ചാനലിന്റെ ജോസ് കടാപ്പുറം, ഇവിടെ സൗണ്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തതിന് സന്തോഷ്. അങ്ങനെ ഈ ഓൾസോ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ആനി പോൾ ആൻഡ് ബ്രണ്ട ചാൾസ്, ഓൾസോ the custodians or the place who sponsored. Also I extend my thanks to them also. ഈ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ തിരിച്ച് പ്രേക്ഷകരായ നമ്മൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനം നമുക്ക് ഇവിടെ തുടങ്ങി വീണ്ടും മലയാള സിനിമകൾ നമുക്ക് കാണാൻ അവസരം ലഭിച്ചതിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രീ ജേക്കബ് റോയിയോടും ഒരു കയ്യടിയുടെ ഭാഷയിൽ നമുക്ക് നന്ദി പറയാം. താങ്ക് യു.